ഹലോ മങ്സ്, വെൽക്കം ടു ക്രിപ്റ്റോ മങ്കി. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പിക്സൽ ടാപ്പിനെ കുറിച്ചാണ്. പിക്സൽ ടാപ്പ് 18-ാം തീയതി ജൂലൈയിലാണ് ബൈബിറ്റിൽ ലിസ്റ്റിംഗ് വരാൻ പോവുകയാണ്. അതുപോലെ തന്നെ നമ്പർ ഓഫ് അതർ എക്സ്ചേഞ്ചിലും ലിസ്റ്റിംഗ് വരാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇത്രയായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഈ ഇത്രയും പോയിൻറ്റ്സ് ആണ്, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോയിൻറ്റ്സ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ത്രൂ ഔട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിലൂടെ നിങ്ങളുടെ എല്ലാ ഡൗട്ടും ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. ആദ്യമേ തന്നെ പറയുകയാണ്, നിങ്ങൾ ഇതുവരെ പിക്സൽ ടാപ്പ് കളിക്കുന്നുണ്ട്, പക്ഷേ പിക്സൽ ഡാഷ്ബോർഡിൽ ഇതുവരെ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് കിട്ടുകയില്ല. പിക്സൽ ടാപ്പ് കൊണ്ട് മാത്രം നിങ്ങൾക്ക് കാര്യമില്ല. പിക്സൽ ടാപ്പിൻ്റെ ഡാഷ്ബോർഡ് മസ്റ്റ് ക്രൈറ്റീരിയ ആണ്. അതിൻ്റെ എവിഡൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ത്രൂ ഔട്ട് ദ വീഡിയോ കാണിച്ചു തരാം. പിക്സൽ ഡാഷ്ബോർഡിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട്. അവിടെ നിന്ന് കയറി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡാഷ്ബോർഡ് ഉണ്ടാക്കാം. അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ ആ ഡാഷ്ബോർഡ് ക്രിയേഷൻ ചെയ്ത് അതുപോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് എപ്പോഴാണ് എയർ ഡ്രോപ്പ് എന്നുള്ളതാണ്. അതിന് മുന്നേ നമുക്കറിയാം 18-ാം തീയതി, അതായത് നാളെയാണ് നമ്മുടെ ബൈബിറ്റിൽ ഇത് ലിസ്റ്റ് ആവാൻ പോകുന്നത്. അതിന് ശേഷം മറ്റുള്ള എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ആവുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഈ കാണുന്ന ഒരു ന്യൂസ് പ്രകാരം ഇവർ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് ആവശ്യം പോലെ സമയമുണ്ട്. എന്തിനാണ്? എയർ ഡ്രോപ്പിനായിട്ട്. അതായത് അവിടെ ലിസ്റ്റ് ആയി കഴിഞ്ഞാലും 5 സെക്കൻഡ് കൊണ്ട് അപ്പോൾ തന്നെ എയർ ഡ്രോപ്പ് കൊടുക്കണമെന്ന് അവർ പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ടും ലിസ്റ്റിംഗ് കഴിഞ്ഞിട്ട് മറ്റുള്ള കുറച്ച് ക്രൈറ്റീരിയ കൂടി ഉൾപ്പെടുത്തിയിട്ടായിരിക്കും എന്ത് ലിസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതുവരെ എന്ത് ചെയ്യാം, ഫാം ചെയ്തുകൊണ്ടിരിക്കാം. അവരിപ്പോൾ അവരുടെ ബോട്ടിലും ഡാഷ്ബോർഡിലും കറൻ്റ്ലി നല്ല രീതിയിലുള്ള മെയിൻ്റെനൻസ് നടക്കുന്നുണ്ട്. TGE ഇവൻറ്റ് വേണ്ടിയിട്ട്, ടോക്കൺ ജനറേഷൻ ഇവൻറ്റ് വേണ്ടിയിട്ടുള്ള നല്ല രീതിയിലുള്ള മെയിൻ്റെനൻസ് അവരുടെ ബോട്ടിലൂടെ ത്രൂ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരുപാട് പേർക്ക് ലാഗും അതുപോലെ തന്നെ എടുക്കുമ്പോൾ ഓപ്പൺ ആവാത്ത എല്ലാ ഇഷ്യൂസും ഉള്ളത്. ഇതെല്ലാം ഈ ഒരു TGEയുടെ ഭാഗമായിട്ട് നടക്കുന്ന അപ്ഡേറ്റ്സ് മൂലമാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറങ്ങുമ്പോൾ തന്നെ, ലിസ്റ്റ് ആകുമ്പോൾ തന്നെ ഇവിടെ എയർ ഡ്രോപ്പ് വരുമെന്നുള്ള കാര്യം പ്രതീക്ഷിക്കേണ്ട. അത് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു ദിവസമോ അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ അന്ന് പിന്നെ എപ്പോഴെങ്കിലും ആയിരിക്കും അവർ അനൗൺസ്മെൻറ്റ് വരും. നമ്മുടെ ടെലഗ്രാം ചാനൽ എന്ത് ചെയ്യും, അതിനെക്കുറിച്ചുള്ള അനൗൺസ്മെൻറ്റ് എന്തായാലും നമ്മൾ അപ്ഡേറ്റ് ഇടുന്നതായിരിക്കും എപ്പോഴാണ് എയർ ഡ്രോപ്പ് എന്നുള്ള കാര്യം. അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യുന്ന രണ്ടാമതൊരു പോയിൻ്റാണ് പറയുന്നത്, നമ്മുടെ 18-ാം തീയതി പറഞ്ഞ പോലെ പിക്സ് ഫീ ഇവിടെ ലിസ്റ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മറ്റേ നോട്ട് കോയിൻ പോലെ, നോട്ട് കോയിൻ കഴിഞ്ഞതിന് ശേഷം ടെലഗ്രാമിൽ എക്കോസിസ്റ്റം വരുന്ന രണ്ടാമത്തെ ഒരു എയർ ഡ്രോപ്പ് ആയിരിക്കും പിക്സ് ഫീ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സെൻട്രലൈസർ എക്സ്ചേഞ്ചിൽ ഇറങ്ങിയതിന് ശേഷം ഞാൻ പറഞ്ഞതുപോലെ അപ്പോൾ തന്നെ TGEക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമായിരിക്കും നമുക്ക് എയർ ഡ്രോപ്പിനുള്ള ക്രൈറ്റീരിയാസും അതെന്തിനെ ബേസ് ചെയ്തുള്ള കാര്യങ്ങളാണെന്നുള്ളതും അതിനുശേഷമായിരിക്കും അറിയിക്കുക. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പോയിൻ്റായ എന്താണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ്, കോയിനാണോ ബോട്ടാണോ? നമ്മൾ അതിന് ഓൾറെഡി ആൻസർ പറഞ്ഞിട്ടുണ്ട്. കോയിൻസ് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അല്ലാതെ ബോട്ട്സ് അല്ല. ബോട്ട്സിൻ്റെ ലെവൽ കൂട്ടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് കിട്ടും, കോയിൻസ് കൂടുതലായിട്ട് ഏൺ ചെയ്യാൻ സാധിക്കും. ഇതിൽ ഏറ്റവും മസ്റ്റായിട്ട് നിങ്ങൾ എല്ലാവരെയും ഫോക്കസ് നോക്കേണ്ടത് കോയിൻസ് ആണ്. അതിനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, ബോട്ട്സിനെ അപ്ഗ്രേഡ് ചെയ്യുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഡെയിലി ഇൻകം കൂടേണ്ടി വരും. ഇനി നിങ്ങൾ ബോട്ട്സിനെ അപ്ഗ്രേഡ് ചെയ്യേണ്ട എന്നാണ് ഞാൻ പറയുള്ളൂ. അതായത് ഇനിയുള്ള ഇപ്പോഴുള്ള ബോട്ട്സിനെ വെച്ചിട്ട് കിട്ടുന്ന ഇൻകം വെച്ചിട്ട് മാത്രം നോക്കുക. ഇതുവരെ ബോട്ട്സിനെ അപ്ഗ്രേഡ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. കുറച്ച് അപ്ഗ്രേഡ് ചെയ്ത് കുറച്ച് ഫണ്ട് ചിലവാക്കി വേണമെങ്കിൽ ഈ ഒരു ദിവസങ്ങളിൽ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഇൻകം വേണമെങ്കിൽ ജനറേറ്റ് ചെയ്യാൻ നോക്കാം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ഇതിലെ ടോക്കണിൻ്റെ പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. PIX5 എന്നാണ് ഇതിലെ ടോക്കണിൻ്റെ പേര്. ആ PIX5 എന്താണ് സൂചിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്സൽ ഡാഷ്ബോർഡിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആ പോയിൻറ്റ്സ് അല്ലെങ്കിൽ ആ പോയിന്റിനെ പറയുന്ന പേരാണ് പിക്സ് കോയിൻസ്. അതുപോലെ പിക്സൽ ടാപ്പ് ഗെയിമിൽ, ടെലഗ്രാമിൽ ബോട്ടിൽ ഗെയിമിൽ നിങ്ങൾ ഏൺ ചെയ്തിട്ടുള്ള കോയിൻസിനെ പറയുന്നതാണ് ഫൈ എന്ന്. അതാണ് ഫൈ എന്ന് പറയുന്നത്. അതാണ് PIX5 എന്ന് പറഞ്ഞ ടോക്കൻ്റെ ഫുൾ ഫോം. ഏതിനായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്, നിങ്ങളുടെ ടെലഗ്രാം ബോട്ടിലുള്ള പോയിൻറ്റ്സിനും ടെലഗ്രാം ഡാഷ്ബോർഡിലുള്ള പോയിൻറ്റ്സിനും ഇതിൻ്റെ രണ്ടിനെയും കൂട്ടിച്ചേർത്ത് അവരുണ്ടാക്കുന്ന ക്രൈറ്റീരിയൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് നമ്പർ ഓഫ് കോയിൻസ് എത്രയുണ്ടെന്ന് അവർ മനസ്സിലാക്കാനും അല്ലെങ്കിൽ പറഞ്ഞു തരാനും പോകുന്നത്. ഇത് മറ്റൊരു ക്വസ്റ്റിൻ്റെ ആൻസർ കൂടിയാണ്. അതായത് നിങ്ങൾക്ക് ഡാഷ്ബോർഡ് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിക്കുന്ന ആൻസർ കൂടിയാണ്. PIX5 എന്ന് പറഞ്ഞ ടോക്കൺ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ ഡാഷ്ബോർഡ് ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് മാത്രമേ കിട്ടുള്ളൂ, 5 എന്ന് പറഞ്ഞ ടോക്കൺ മാത്രമേ കിട്ടുകയുള്ളൂ. PIX എന്ന് പറഞ്ഞ ടോക്കൺ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഡാഷ്ബോർഡ് ഉണ്ടാക്കുക. അതിലുള്ള പെറ്റ്സിനെ ഏതെങ്കിലും അവനെ മേടിക്കുക, അപ്ഗ്രേഡ് ചെയ്യുക. ഇതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടതിന് ശേഷം മസ്റ്റായിട്ട് അതിലുള്ള ടാസ്കുകൾ പറ്റുകയാണെങ്കിൽ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്ത് സെറ്റാക്കി വെക്കാൻ നോക്കുക. അടുത്ത പോയിന്റ് നമ്മൾ നോക്കാൻ പോകുന്നത്, ഇതിൽ ലെവൽസിന് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ഉണ്ടോ? അതായത് നമ്മളിപ്പോൾ ഹാംസ്റ്റർ കോമ്പാറ്റിൽ നമുക്ക് ഓരോ ലെവൽ ലോഡ് അങ്ങനെ ഓരോ ലെവൽ ഉണ്ടല്ലോ, അതുപോലെ അതിന് ലെവലിന് ഇമ്പോർട്ടൻ്റ് എന്ന് ചിലപ്പോൾ അവർ പറയുന്നുണ്ടാവും. പക്ഷേ ഇതിൽ നമുക്ക് 8-7 ലെവൽ ഓരോന്നുണ്ട്. ആ ലെവലിന് ഇമ്പോർട്ടൻ്റ് ഉണ്ടോ? നിങ്ങൾ ഇതുവരെ ലെവലൊന്നും അപ്ഗ്രേഡ് ചെയ്യാത്തവരാണെങ്കിൽ ഇവിടെ കാണുന്ന ഒരു ലെവൽ ഉണ്ടാവും. ആ ലെവൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ലെവലിനും ഇവിടെ ഓരോ ടാസ്കുകൾ പറഞ്ഞിട്ടുണ്ടാവും. വിൻ 25 ബാറ്റിൽസ്, ഇൻവൈറ്റ് 10 ഫ്രണ്ട്സ്, 3 മില്യൺ കോയിൻസ്, അങ്ങനെ ഇഷ്ടംപോലെ ഓരോ ടാസ്കുകൾ വന്നിട്ടുണ്ടാവും. ആ ടാസ്കുകൾ ഓരോന്ന് കംപ്ലീറ്റ് ചെയ്യാനനുസരിച്ച് എന്ത് ചെയ്യും, നിങ്ങളുടെ ലെവൽ അപ്ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും. അടുത്ത പോയിന്റ് നമ്മൾ നോക്കാൻ പോകുന്നത്
ഫൈറ്റ് എങ്ങനെ ജയിക്കുക എന്നുള്ളതാണ്. സോ നിങ്ങൾ ഒരുപാട് പേര് ഫൈറ്റ് റാൻഡം എടുത്ത് കളിക്കുമ്പോൾ ഒരുപാട് പേര് തോൽക്കുന്നുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റി ചാനലിൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഒരുപാട് റിപ്പോർട്ട് ചെയ്യുന്നത് കാണാറുണ്ട്. സോ അങ്ങനെ തോൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫൈറ്റ് ഫ്രണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. സോ നിങ്ങളുടെ ബോട്ടിന് മാക്സിമം അപ്ഗ്രേഡ് ചെയ്യുക, എന്നാലാണ് നിങ്ങൾക്ക് കൂടുതൽ പോയിന്റ് കിട്ടുകയുള്ളൂ. സോ അങ്ങനെ ഫൈറ്റ് ഫ്രണ്ട് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഫോൺ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ടിൻ്റെ ഫോൺ ഉപയോഗിച്ചിട്ട് കളിക്കാത്ത ആരെങ്കിലും ഫോൺ ഉപയോഗിച്ചതിന് ശേഷം ആ ഫൈറ്റ് ഫ്രണ്ട് എടുത്തിട്ട് ആ റിക്വസ്റ്റ് അയച്ചു കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, അവരായിട്ട് ചെയ്യുക. എന്നിട്ട് അവരുടെ ഫോണിൽ എന്ത് ചെയ്യുക, ഒരു 2-3 ടാപ്പിങ്ങിൽ ചെയ്യണം. അതായത് അവർ കാണിച്ചു തന്ന ആ സ്പോട്ടിൽ 2-3 ടാപ്പിങ്ങിലും ചെയ്ത് അയാൾ എന്ത് ചെയ്യണം, നിങ്ങളാണ് ജയിക്കേണ്ടത്. പക്ഷേ അയാളുടെ ഫോണിൽ 2-3 ടാപ്പിങ്ങിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, ചിലപ്പോൾ അതൊരു ബോട്ട് ആക്ടിവിറ്റി ആയിട്ട് അവർ കണക്കാക്കാം. സോ നിങ്ങൾ മൾട്ടിപ്പിൾ പ്രാവശ്യം ചിലപ്പോൾ ഫ്രണ്ടായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ പ്രാവശ്യം പോലും ഫ്രണ്ടിൻ്റെ ഫോണിൽ ടാപ്പ് ചെയ്യാതെ നിങ്ങൾ മാത്രം ടാപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു സിസ്റ്റം അത് ക്യാച്ച് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, അതൊരു ഇൻവാലിഡ് ആയിട്ടുള്ള ഫൈറ്റായിട്ട് വേണമെങ്കിൽ കൂട്ടി നിങ്ങളുടെ പോയിന്റ് വേണമെങ്കിൽ ഡിഡക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ 2-3 പ്രാവശ്യമെങ്കിലും ടാപ്പ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഫൈറ്റ് വിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഒരു ചെറിയ ചീറ്റ് ഷീറ്റാണ്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഓരോ പുതിയ കുറേ ഓപ്ഷൻസൊക്കെ നിങ്ങൾക്ക് വേണം. റിവാർഡ് ടാബിൽ ഈ വീൽ ടാസ്ക് വഴി പുതിയതായിട്ട് കുറേ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ ഇത് തന്നെ കൊണ്ടുവന്നിട്ട് കാരണം ചിലപ്പോൾ ഫൈറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ ഈ സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് ചിലപ്പോൾ നിങ്ങൾ വീണ്ടും തോൽക്കാനുള്ള ചാൻസ് ഉണ്ടാവും. സോ അങ്ങനെ തോൽക്കുന്നതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ നിങ്ങൾക്കൊരു ചീറ്റ് ഷീറ്റ് ഉപയോഗിച്ചിട്ട് ഫൈറ്റ് ഫ്രണ്ട് എടുത്തിട്ട് കളിച്ച് വേണമെങ്കിൽ ജയിക്കാനായിട്ട് നോക്കാം. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് എല്ലാവർക്കും ഡൗട്ടുള്ളത് രണ്ടിലും ഒരേ വാലറ്റ് തന്നെ വേണമെന്നുള്ളത്. സോ അതിൻ്റെ ആൻസർ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, രണ്ടിലും ഒരേ വാലറ്റ് തന്നെ മസ്റ്റായിട്ട് വേണം. അതായത് പിക്സൽ ടാപ്പിലും പിക്സൽ ഡാഷ്ബോർഡിലും ഉപയോഗിക്കുന്ന വാലറ്റ് രണ്ടും സെയിം ആയിരിക്കണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എയർ ഡ്രോപ്പിൽ നിന്ന് ഇന്നെലിജിബിൾ ആവാനുള്ള ചാൻസും ഉണ്ട്. സോ നിങ്ങൾ ഏത് വാലറ്റാണോ പിക്സൽ ടാപ്പിൽ കണക്ട് ചെയ്തിരിക്കുന്നത് അതേ സെയിം വാലറ്റ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഡാഷ്ബോർഡിലും കണക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ്, ഇതിലേക്ക് മിസ്റ്റേക്ക് വരുത്തരുത്. ഇവരുടെ ഭാഗത്ത് നിന്ന് കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. സോ രണ്ട് രീതിയിലും രണ്ട് സ്ഥലത്തും സെയിം വാലറ്റ് തന്നെ കണക്ട് ചെയ്യാനായിട്ട് മസ്റ്റായിട്ട് ഉറപ്പിക്കുക. നിങ്ങൾ ERC20 മെറ്റാമാസ്ക് ആണെങ്കിലും അതുപോലെ ബൈബിറ്റും വാലറ്റിലും ഏത് വാലറ്റാണെങ്കിലും ഉപയോഗിച്ചോ, പക്ഷേ ആ വാലറ്റ് തന്നെ ഇപ്പുറത്തും കണക്ട് ചെയ്യാനായിട്ട് മെയിനായിട്ട് ശ്രദ്ധിക്കുക. സോ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് വാലറ്റ് കണക്ഷനാണ്. സോ വാലറ്റ് കണക്ഷൻ്റെ കേസ് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇതുവരെ കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡെപ്പോസിറ്റ് അഡ്രസ്സ് നമ്മുടെ ബിനാൻസിന് അടുത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ബിനാൻസ്, ബൈബിറ്റ്, കുക്കോയിൻ എന്നുള്ള ഡെപ്പോസിറ്റ് അഡ്രസ്സ് USDT ERC20 അഡ്രസ്സ് എടുത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരിപ്പോൾ പറയുന്നത് അത് ചെയ്തത് നമ്മൾ റെഫറൽ കോൺടെസ്റ്റിനാണ്. സോ അതല്ല നമുക്ക് ഇവിടെ വേണ്ടത്. ഇവരായിട്ടുള്ള ഡിഫൈ ആപ്ലിക്കേഷൻസും ഡാപ്സും ഒക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം, Web3 വാലറ്റ് തന്നെ വേണം. സോ Web3 വാലറ്റാണ് നമ്മൾ ഡാഷ്ബോർഡിലും അതുപോലെ തന്നെ പിക്സൽ ടാപ്പിലും കണക്ട് ചെയ്യാനായിട്ട്. സോ അതിനായിട്ട് മെറ്റാമാസ്കോ, ട്രസ്റ്റ് വാലറ്റോ, ബൈബിറ്റ് വാലറ്റോ, OKX വാലറ്റോ നമുക്ക് യൂസ് ചെയ്യാം. ബട്ട് ഞാനിപ്പോഴത് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കൺഫ്യൂഷൻ നിൽക്കുന്നുണ്ട്. ഒന്ന് USDTയുടെ ERC20 അഡ്രസ്സാണോ വേണ്ടത്, അതോ സാധാ എതീറിയത്തിൻ്റെ ERC20 അഡ്രസ്സാണോ വേണ്ടതെന്ന് ഇതുവരെ കൺഫ്യൂഷൻ നിൽക്കുന്നുണ്ട്. സോ അതിനൊരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നവരെ നമ്മളിപ്പോൾ വാലറ്റ് കണക്ഷൻ നമ്മൾ ഈ വീഡിയോയിൽ കാട്ടുന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുണ്ട് കണക്ഷൻ ഇപ്പോൾ ചെയ്തിടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് USDTയുടെ ERC20 അഡ്രസ്സ് എടുത്തിട്ട് OKX വാലറ്റ് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ ബൈബിറ്റോ അല്ലെങ്കിൽ ബൈബിറ്റ് വാലറ്റോ അല്ലെങ്കിൽ മെറ്റാമാസ്കോ, ട്രസ്റ്റ് വാലറ്റോ അങ്ങനെ ഏത് വാലറ്റായിട്ട് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ഒരു കൺഫർമേഷൻ കിട്ടുന്ന വരത്തോളം കാലം നമ്മൾ എന്തെയ്യാനുള്ള ഒരു കണക്ഷൻ കാട്ടുന്നില്ല. ഇനി എയർ ഡ്രോപ്പ് വരുമ്പോൾ അവരെങ്ങനെയാണ് ത്രൂ ഔട്ട് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മുടെ വാലറ്റ് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും. ഇനി TGക്ക് ശേഷം നമ്മുടെ എയർ ഡ്രോപ്പ് അവർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഓടി ചെന്ന് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റും, നമ്മുടെ സെർവർ ഡൗൺ ആയിരിക്കും. അപ്പോൾ ഓടി ചെന്ന് നമുക്ക് എന്ത് ചെയ്യും, ഈ എയർ ഡ്രോപ്പിലുള്ള പൈസ ചിലപ്പോൾ പിൻവലിക്കാൻ പറ്റും. ഇപ്പോൾ വരില്ല. സോ വെയിറ്റ് ചെയ്യാം. നമുക്ക് എന്തായാലും ഒരു സമയം തരും, നല്ല രീതിയിലുള്ള സമയം തരും പിൻവലിക്കാനായിട്ട്. കാരണം ഒത്തിരി അധികം യൂസേഴ്സ് കളിക്കുന്നതാണ്. സോ എയർ ഡ്രോപ്പ് വരുമ്പോൾ എല്ലാവരും കൂടി ചാടി കയറി ചെന്നിട്ട് എനിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റ് ചെയ്യാൻ നിൽക്കേണ്ട. സെർവർ ഡൗൺ ആവുന്ന കാരണമായിരിക്കാം അത്. സോ അത് ഫിക്സ് ആക്കണം. ഓൾറെഡി അവരൊരു ന്യൂസ് വന്നിട്ടുണ്ട്. നോട്ട് കോയിനായിട്ട് അവരൊരു കൊളാബറേഷൻ വന്നിട്ടുണ്ട്. അതായത് ടോക്കൺ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനായിട്ട്. സോ അതും കൂടി നമുക്ക് അവരുടെ കൂടിയ പാർട്ടിസിപ്പേഷൻ ഉള്ളപ്പോൾ നമുക്ക് നല്ലൊരു ടോക്കൺ ഡിസ്ട്രിബ്യൂഷൻ എല്ലാവർക്കും നല്ലൊരു ടോക്കൺ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ടാസ്ക് കംപ്ലീറ്റ് ആവാത്തതാണ്. സോ ടാസ്ക് കംപ്ലീറ്റ് ആവാത്തതിന് ഇഷ്യൂ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ ഒരു സെർവർ മെയിൻ്റെനൻസ് നടക്കുന്നുണ്ട്. പിന്നെ ചിലപ്പോൾ 1 മന്ത് വരെ എടുക്കാം ഓരോ ടാസ്കിൻ്റെയും അപ്രൂവൽ കിട്ടാനായിട്ട്. സോ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ ഒക്കെ ടാസ്കിന് നമ്മൾ ചെയ്ത ടാസ്കിൻ്റെ എല്ലാ അപ്രൂവൽ ഇവിടെ ആയാലും നമ്മുടെ പിക്സൽ ടാപ്പ് ഡാഷ്ബോർഡിലായാലും നമ്മൾ പിക്സൽ ടാപ്പ് ഗെയിമിലായാലും നമുക്ക് നല്ല രീതിയിൽ ചിലപ്പോൾ സമയം എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ആ ഒരു ടാസ്കുകൾ കംപ്ലീഷൻ സ്റ്റാറ്റസ് വരുന്നത്. ഓക്കെ, എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് ഗ്യാസ് ഫീസ് വേണ്ടി വരുമെന്ന്. കാരണം നമുക്ക് അക്വ പ്രോട്ടോക്കോളിന് ചെറിയ ഗ്യാസ് ഫീസ് വേണമെന്ന് പറഞ്ഞിട്ട് ടൺ മേടിക്കേണ്ടി വന്നിട്ടായിരുന്നു. ഇവൻ ടണ്ണിലാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പിക്സൽവേഴ്സ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്കിതിന് ഗ്യാസ് ഫീസ് വേണമെന്നുള്ള ക്വസ്റ്റ്യൻസിന് നമുക്ക് അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടിയ റിപ്ലൈ എന്ന് പറയുന്നത് അവർ പറഞ്ഞിരിക്കുന്നത് വി ഡോണ്ട് നോ ഇഫ് ഇറ്റ് വിൽ ബി ക്ലെയിമബിൾ ഓർ ജസ്റ്റ് എയർ ഡ്രോപ്പ്. അതായത് സാധാ നോട്ട് കോയിൻ സംഭവിച്ച പോലെ വെറുതെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് ഇവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷേ ഇൻ കേസ് ഗ്യാസ് ഫീസ് വരികയാണെങ്കിൽ അത് എതീറിയം ആയിരിക്കും ഗ്യാസ് ഫീ വരിക, അല്ലാതെ
ടൺ കോയിൻ ആയിരിക്കില്ല ഗ്യാസ് ഫീ വരിക എന്ന് ഓൾറെഡി അവർ അറിയിച്ചിട്ടുണ്ട്. സോ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും ഇതിൻ്റെയൊക്കെ ഫർദർ ഇൻഫർമേഷൻ കിട്ടാനായിട്ട്. നാളേക്ക് ശേഷം ബൈബിറ്റ് ലിസ്റ്റ് ആയതിനു ശേഷം മാത്രമായിരിക്കും നമുക്ക് ഇതിൻ്റെയൊക്കെ ഇൻഫർമേഷൻ കിട്ടുക. ഇപ്പോൾ എല്ലാവർക്കും ഓപ്പൺ ആകാതെ ഇരിക്കുന്ന എല്ലാവർക്കും വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം പറഞ്ഞതുപോലെ അവരുടെ എല്ലാത്തിൻ്റെയും മെയിൻ്റെനൻസ് നടക്കുകയാണ്. എയർ ഡ്രോപ്പിനും ടോക്കൺ ലിസ്റ്റിങ്ങിനും എല്ലാത്തിനായിട്ടുള്ള മെയിൻ്റെനൻസ് നടക്കുകയാണ്. സോ അതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ കഴിയുക. നോട്ട് കോയിന് ശേഷം ചിലപ്പോൾ ഫസ്റ്റ് എയർ ഡ്രോപ്പ് തരാൻ പോകുന്നത് ഇവരായിരിക്കുമെന്നാണ് ഇവർ ക്ലെയിം ചെയ്യുന്നത്. സോ നമുക്ക് കാത്തിരിക്കാം എന്താണ് നമുക്ക് ഇവരുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കാമെന്നുള്ളത്. സോ ആകെ നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിക്സൽ ടാപ്പ് ഗെയിമിലും ഡാഷ് ബോർഡിലും സെയിം വാലറ്റ് തന്നെ ആയിരിക്കണം കണക്ട് ചെയ്യേണ്ടത്. അതാണ് മെയിനായിട്ടുള്ള കണ്ടീഷൻ. പിന്നെ നിങ്ങളുടെ പോയിൻറ്റ്സ് അക്കുമുലേറ്റ് ചെയ്യുക. വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. മെയിനായിട്ട് രണ്ടാമത്തെ ഒരു കാര്യത്തോട് പറഞ്ഞാൽ ഡാഷ് ബോർഡിൽ അക്കൗണ്ട് മസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കണം. ഡാഷ് ബോർഡിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തവർക്ക് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അവിടെ പോയിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഡാഷ് ബോർഡിൽ അക്കൗണ്ട് ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല രീതിയിൽ സെർവർ ഡൗൺ ആയതുകൊണ്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. സോ നാളെയോ മറ്റന്നാളെയോ ഉണ്ടാക്കിയാലും മതി, പേടിക്കേണ്ട. അവർ സ്നാപ്ഷോട്ട് ഇതുവരെ എടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്നാപ്ഷോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ പോയിൻ്റ് അവരേക്ക് എടുക്കും, അവരുടെ സിസ്റ്റത്തേക്ക് എടുക്കും. അവരുടെ സിസ്റ്റത്തേക്ക് എടുത്തിട്ട് ഓരോരുത്തർക്കും എത്ര പോയിൻ്റ് വെച്ചിട്ടാണ് അലോക്കേറ്റ് ചെയ്യണത്. അതായത് ചിലപ്പോൾ നമുക്കിപ്പോൾ 1 മില്യൺ കോയിൻ ഉണ്ടെന്ന് വിചാരിക്കണമെങ്കിൽ അവർ തരുന്നത് ചിലപ്പോൾ 10,000 കോയിന് 10,000 പോയിന്റിന് ഒരു കോയിൻ എന്ന നിരക്കിലാണ് തരുന്നതെങ്കിൽ അവർക്ക് അതിന് ആദ്യം തന്നെ നിങ്ങളുടെ കയ്യിലുള്ള പോയിന്റ് അവർക്ക് എടുക്കണം. സോ അത് നിങ്ങളുടെ ഒരു പർട്ടിക്കുലർ ടൈമിലായിരിക്കും എടുക്കുക. അതായത് ചിലപ്പോൾ ഇന്ന് 12 മണിക്ക് എല്ലാവരുടെയും പോയിന്റ് അവർ കാൽക്കുലേറ്റ് ചെയ്യാൻ ചെയ്യുക. അത് കഴിഞ്ഞ് വരുന്ന പോയിന്റുകൾ ഒന്നും അവർ എടുക്കുന്നില്ല എന്ന് വിചാരിക്കുക. സോ ആ ടൈം വരെയുള്ള പോയിന്റുകളെയാണ് സ്നാപ്ഷോട്ട് എടുക്കുക. അവർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്തിനാണ് നമ്മൾ സ്നാപ്ഷോട്ട് എടുക്കാമെന്ന് പറയുക. സോ അവർ സ്നാപ്ഷോട്ട് ഇതുവരെ എടുത്തിട്ടില്ല. സോ അതുകൊണ്ട് നിങ്ങളിപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഓപ്പൺ ആക്കാൻ പറ്റുന്നവർക്ക് ഓപ്പൺ ആക്കുക. അവരെ കയ്യിൽ നിന്ന് ഫർദർ ഇൻഫർമേഷൻ എപ്പോഴാണ് നമ്മുടെ അവർ മെയിൻ്റനൻസ് തീർന്ന് അവരെ സെർവറൊക്കെ ബാക്കായിട്ട് എല്ലാതും വർക്ക് ചെയ്യുന്നത് എപ്പോഴാണെന്നുള്ളത് നമ്മുടെ ചാനലിൽ നമ്മൾ എന്തായാലും ഇടുന്നതായിരിക്കും. സോ നമുക്ക് അത്യാവശ്യം ചിലപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ഒരു എയർ ഡ്രോപ്പ് ചിലപ്പോൾ ഇവരെന്ന് പ്രതീക്ഷിക്കാം എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു. നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.